നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും കിട്ടുന്ന അവസരങ്ങളും നഷ്ടങ്ങളുമെല്ലാം ഒന്നും യാദൃശ്ചികമല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു മഹത്തായ നിയമമുണ്ട്. അതാണ് കർമ്മ. ഇന്നത്തെ ഈ വീഡിയോയിൽ കർമ്മ എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു, മുൻജന്മ കർമ്മം ശരിയാണോ, കർമ്മം മാറ്റാൻ കഴിയുമോ, ശാസ്ത്രം ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു, എല്ലാം വളരെ ലളിതമായി തന്നെ പറയാൻ. കർമ്മ എന്താണ്? കർമ്മ എന്ന വാക്ക് സംസ്കൃതത്തിലെ കൃ എന്ന ധാതുവിൽ നിന്നാണ് വന്നത്. അതായത് അർത്ഥം ഇങ്ങനെയാണ്: ചെയ്യുക അല്ലെങ്കിൽ പ്രവൃത്തി. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ പറയുന്ന വാക്ക്, നിങ്ങൾ ചിന്തിക്കുന്ന ചിന്ത, ഇതെല്ലാം കർമ്മമാണ്. കൂടാതെ കർമ്മ ഒരു ശിക്ഷയോ ശാപമോ അല്ല. അത് കേഴ്സ് ആൻഡ് എഫക്റ്റ് എന്ന പ്രകൃതി നിയമം പോലെ പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സൽ ലോയാണ്. മുൻജന്മങ്ങളിലും മുൻകാലങ്ങളിലും നാം ചെയ്ത എല്ലാ കർമ്മങ്ങളുടെ ഒരു ടോട്ടൽ കളക്ഷൻ ഉണ്ട്. ഈ ജന്മത്തിൽ അനുഭവിക്കാനായി അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കർമ്മങ്ങൾ ഇത് മാറ്റാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് അനുഭവിക്കേണ്ടതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ മൂലമുള്ള ഫ്യൂച്ചർ റിസൾട്ട്, അത് നമ്മുടെ ഭാവിയെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് അത് നിർണ്ണയിക്കുന്ന ഒന്നാണ്. കർമ്മ എങ്ങനെ പ്രവർത്തിക്കുന്നു? കർമ്മ ഒരു ചക്രം പോലെയാണ്. തിങ്ക്, സ്പീക്ക്, ആക്ട്, എനർജി ഔട്ട്, എനർജി ബാക്ക്. അതായത് നല്ല പ്രവൃത്തി ചെയ്താൽ നല്ല ഫലം നമുക്ക് ലഭിക്കും, തെറ്റ് പ്രവൃത്തി ചെയ്താൽ അതേ തെറ്റിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കും. മറ്റുള്ളവരെ വേദനിപ്പിച്ചാലോ ആ വേദന ഒരിക്കൽ നമ്മളിലേക്ക് തന്നെ തിരികെ വരും. കാരുണ്യം കാണിച്ചാൽ അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ അത് മടങ്ങിയെത്തും. കർമ്മയുടെ ഒരു 12 ലോസ് പറയുന്നുണ്ട്. ഗ്രേറ്റ് ലോ, എനർജി യു സെൻഡ് ഔട്ട് റിട്ടേൺസ്. സെക്കൻഡ്, ലോ ഓഫ് ക്രിയേഷൻ, ജീവിതം നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. ലോ ഓഫ് ഹ്യൂമിലിറ്റി, law of growth, law of responsibility, law of connection, law of focus, law of giving, law of here and now, law of change, law of patience, law of significance. ഇങ്ങനെ 12 നിയമങ്ങൾ വരുന്നുണ്ട്. കർമ്മ ആൻഡ് സയൻസ്, ശാസ്ത്രം പറയുന്നത്, ന്യൂറോ സയൻസിൽ നിങ്ങളുടെ ചിന്തകൾ, പ്രവൃത്തികൾ അത് ജീവിതത്തിൻ്റെ ഫലങ്ങളാണ്. സൈക്കോളജിയിൽ നെഗറ്റീവ് എനർജിയിൽ നെഗറ്റീവ് ജീവിത നിലയും പോസിറ്റീവ് എനർജിയിൽ വളർച്ചയും ക്ഷേമവുമാണ്. അതായത് നെഗറ്റീവ് എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നെഗറ്റീവ് തന്നെ വരുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നു. ക്വാണ്ടം തിയറിയിലും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. എനർജി യു എമിറ്റ് ഈക്വൽ ടു എനർജി ദാറ്റ് റിട്ടേൺസ്. ഇതെല്ലാം കർമ്മ സിദ്ധാന്തം ശാസ്ത്രീയമായി ശരിയാണെന്നാണ് കാണിക്കുന്നത്. കർമ്മ മാറ്റാനാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മാറ്റാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് പോസിറ്റീവ് പ്രവർത്തികൾ ചെയ്യുക, ദാനം, കാരുണ്യം, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക, ഫോർഗീവ് ചെയ്യുക. നമ്മളിലേക്ക് എന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മളിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്യുക, ഫോർഗീവ് ചെയ്യുക. ഒരിക്കലും ആ ഒരു ഇതിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ വീണ്ടും വീണ്ടും വ്രണപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയല്ല നമ്മൾ വേണ്ടത്. നമ്മൾ അതെല്ലാം അതിൽ നിന്നെല്ലാം ഫോർഗീവ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾ ട്രൂത്ത്ഫുൾനെസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. സെൽഫ് അവെയർനെസ് ഉണ്ടാവുക. നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്കുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഒരു തെറ്റുകൾ അത് ശരിയാണ്, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത തെറ്റുകളാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതൊക്കെ ഹീൽ ചെയ്ത് വിടുക. ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മളുടെ പ്രവൃത്തികളും ചിന്തകളും എല്ലാം മാറ്റി നമ്മളുടെ നല്ല ചിന്ത, ശുദ്ധമായ വാക്ക്, സ്വാർത്ഥമല്ലാത്ത പ്രവൃത്തി, മറ്റുള്ളവരെ സഹായിക്കൽ, മാതാപിതാക്കളോടുള്ള ആദരവ്. അത് മാതാപിതാക്കൾ മാത്രമല്ല, ഗുരുജനങ്ങളായിക്കോട്ടെ, നമ്മളിൽ മുതിർന്നവരായിക്കോട്ടെ, അത് യങ്ങേഴ്സ് ആയിക്കോട്ടെ, എൽഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരോടും നമ്മൾക്കൊരു ആദരവ് ഉണ്ടാവുക. എല്ലാം ഒരു നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതിയിലെ എല്ലാം ഓരോ ചെറിയ കണകൾക്ക് പോലും നമ്മളിൽ വാല്യൂ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് വരിക.